നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം, ശ്രീമദ് മഹാഭാഗവതം 993. ടുഡേ ഫസ്റ്റ് ശ്ലോക ഓഫ് പ്രഥമസ്കന്ധം 13th chapter. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് 993 ദിവസം, പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈത ദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. സൂത ഉവാച. വിദുരസ്തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോ ഗതിം ജ്ഞാത്വാ ഗാഥാസ്തിനപുരം തയാ വാപ്തവിവിൽസിത. ഓം തത്സത്. സൂത ഉവാച. വിദുരസ്തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോ ഗതിം ജ്ഞാത്വാ ഗാഥാസ്തിനപുരം തയാ വാപ്തവിവിൽസിത. ഓം തത്സത്. പദം വിരിക്കേണ്ടത്: വിദുര തീർത്ഥയാത്രായ മൈത്രേയാ ആത്മന ഗതിം ത്വയാ ജ്ഞാത്വാ ഘാത അസ്തിനപുരം തയാ അവാപ്ത വിവിൽസിത. അതായത് ജ്ഞാത്വ അറിഞ്ഞിട്ട് അഘാത് ഹസ്തിനപുരം, ജ്ഞാത്വ ഘാതാസ്തിനപുരം എന്നുള്ളത് ജ്ഞാത്വ അഘാത് ഹസ്തിനപുരം എന്നാണ് തിരിക്കേണ്ടത്. അതായത് വിദുരൻ തീർത്ഥയാത്രയിൽ മൈത്രേയനിൽ നിന്ന് ആത്മനഗതി ശ്രീകൃഷ്ണൻ്റെ സ്വരൂപത്തെക്കുറിച്ച് അറിഞ്ഞിട്ടതായി ശ്രീകൃഷ്ണൻ ലോകം വിട്ടുപോയ കാര്യം അറിഞ്ഞിട്ട്, ജ്ഞാത്വ അറിഞ്ഞിട്ട്, തയാ അതിനാൽ, അവാപ്ത വിവിൽസിത അറിവാൻ ഇഷ്ടപ്പെട്ടിരുന്നതിനെ പ്രാപിച്ചവനായിട്ട്, ഹസ്തിനപുര രാജധാനിയെ അഗാത് പ്രാപിച്ചു. മൈത്രേയനിൽ നിന്നുമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വിദുരർക്ക് അറിവ് നൽകാൻ ഏൽപ്പിച്ചിരുന്നത്. അപ്രകാരം വിദുരരിൽ നിന്നും അറിയേണ്ടതെല്ലാം അറിഞ്ഞതായിട്ടുള്ള വിദുരർ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഹസ്തിനപുരം വിട്ടു പോയതാണ്. യുദ്ധം വേണ്ട, യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞ് നല്ല ഉപദേശങ്ങൾ നൽകുമ്പോൾ അത് കേട്ടുകൊണ്ട് അവിടെ വന്ന ദുര്യോധനൻ വിദുരരെ വളരെയേറെ ശാസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ ദുഃഖത്തോടുകൂടി രാജധാനിയെ വിട്ട് തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ് വിദുരർ. എപ്പോഴും വിദുരരായിരുന്നു ധൃതരാഷ്ട്രർക്ക് ഉപദേശം നൽകിക്കൊണ്ടിരുന്നത്. കേൾക്കില്ലെങ്കിലും വിദുരർ എപ്പോഴും ഉപദേശം നൽകിക്കൊണ്ടിരുന്നു. അപ്രകാരമുള്ള വിദുരർ തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ് ഉണ്ടായത്. യുദ്ധസമയത്ത് ഹസ്തിനപുരത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്രകാരം പോയ വിദുരർ എല്ലാ വിവരവും മൈത്രേയനിൽ നിന്നും അറിയേണ്ടതൊക്കെ അറിഞ്ഞിട്ട് വീണ്ടും ഹസ്തിനപുരത്തെ പ്രാപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹസ്തിനപുരത്തിൽ പ്രാപിച്ച് വീണ്ടും ധൃതരാഷ്ട്രക്ക് ഉപദേശം നൽകി ധൃതരാഷ്ട്രയെ കാട്ടിലേക്ക് അയക്കുന്നതൊക്കെ അടുത്ത ശ്ലോകങ്ങളിലുണ്ട്. അപ്പോൾ സൂതൻ ശൗനകാദി ബ്രാഹ്മണർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്രകാരം തീർത്ഥയാത്ര പോയിട്ടുള്ള വിദുരർ മൈത്രേയനിൽ നിന്നും അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ട് ഹസ്തിനപുരത്തെ പ്രാപിച്ചു എന്ന്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂതാവാച. വിദുരതീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോ ഗതിം ജ്ഞാത്വാ ഘാതാസ്തിനപുരം തയാ വാപ്ത വിവിൽസിത. ഓം തത്സത്.
ത്വയാ അവാപ്ത വിവത്സിത എന്ന് പറഞ്ഞാൽ അറിയാൻ ഇഷ്ടപ്പെട്ടിരുന്നതിനെ പ്രാപിച്ചതിനായിട്ട്. തയാ അതിനാൽ, അറിയാൻ ഇഷ്ടപ്പെട്ടത് അറിഞ്ഞിട്ട് അതുകൊണ്ട് എന്ന് വാർത്തത്തിൽ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്തെ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓ